നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് മുൻഗണനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ 1000 ഗോൾ നേടാനുള്ള ഷൂട്ടൌട്ട് മത്സരവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് മുൻഗണനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിൽ ഗീതാഗോപി എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ച പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാണ് നിയമസഭാ സമ്മേളനത്തിൽ ഗീതാഗോപി എംഎൽഎ സബ്മിഷനിലൂടെ ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായപ്പോൾ പെരിങ്ങോട്ടുകരയിൽ ഒരു ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. സാർ, ഇവിടെ ഞാൻ പ്രകടമാക്കുന്നത് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ക്രമസമാധാനം നിലനിർത്തുക, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുക, അക്രമസക്തമായ കേസുകൾ കൂടി വരിക. അന്തിക്കാട് പോലുള്ള സ്റ്റേഷനിൽ പരിമിതമായ സ്ഥലമുള്ളൂ സാർ, സ്റ്റാഫുകളില്ല സാർ, മര്യാദയ്ക്ക് അവർക്ക് കേസുകൾ അന്വേഷിക്കാൻ ഒരു വാഹനമില്ല സാർ. ഞാനിത് ഇവിടെ അല്ലാതെ എവിടെ പറയാം സാർ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ പ്രദേശം പരിചയമാണ്, അവിടെ വന്നിട്ടുള്ളതാണ്. ഔട്ട് പോസ്റ്റ് നാട്ടുകാർ പണിത, അദ്ദേഹം അത് നാടിനെ സമർപ്പിച്ചതാണ്. എന്റെ ആവശ്യം 88 സെന്റ് ഭൂമി പെരിങ്ങോട്ടുകരയിലുണ്ട് സാർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി മാറ്റിത്തന്ന് അതിന് പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്യമണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ. അന്വേഷിക്കാൻ പോലീസ് കുറവ്, ഒരു വാഹനം മര്യാദയ്ക്കില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്, വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. അങ്ങൊന്ന് പരിശോധിക്കണം SP വിളിച്ച്. ഇതിനുള്ള മറുപടിയിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അനുകൂലമായ സമീപനം വ്യക്തമാക്കിയത്. അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. 5 പഞ്ചായത്തുകളും 16 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി 1300-ൽ പരം ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോലീസ് ഈ കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സാർ, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈം കേസുകളുടെ എണ്ണം, സ്റ്റേഷൻ പരിധിയുടെ വിസ്തീർണം, ജനസംഖ്യ തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് നിരവധിയായ അപേക്ഷകൾ പുതിയ പോലീസ് സ്റ്റേഷന് വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കേസുകളുടെ എണ്ണം, ജനസാന്ദ്രത, വിസ്തൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ പോവുകയാണ്. എവിടെല്ലാമാണ് ആദ്യം പോലീസ് സ്റ്റേഷനുകൾ വേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ. അത് അങ്ങ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ ഗീതാഗോപി പറഞ്ഞത് ശരിയാണ്. പെരിങ്ങോട്ടുകരയിൽ നമ്മൾ അന്ന് ഒരു ഔട്ട് പോസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ്, നാട്ടുകാർ നിർമ്മിച്ചു തന്നതാണ്, അതെല്ലാം വാസ്തവമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനൊരു പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ ജനസാന്ദ്രതയും വിസ്തൃതിയും കൂടുതലുള്ളതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. 5 പഞ്ചായത്തുകളിലായി 16 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പരിധി. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ ശരാശരി 1300-ലേറെ ക്രിമിനൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ക്രിമിനൽ കേസുകൾ അമർച്ച ചെയ്യാൻ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വർദ്ധിച്ചുവരുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം, സ്റ്റേഷൻ പരിധിയുടെ വിസ്തീർണം, ജനസംഖ്യ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച നിരവധി അപേക്ഷകളാണ് ഉയർന്നുവരുന്നത്. ഈ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് നിലവിലെ പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി പുനർനിർണയിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു. സ്റ്റേഷനുകളുടെ വിസ്തൃതി, ജനസാന്ദ്രത, ക്രിമിനൽ കേസുകളുടെ എണ്ണം എന്നിവ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയതായി ആരംഭിക്കേണ്ട പോലീസ് സ്റ്റേഷനുകളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിങ്ങോട്ടുകരയിൽ പുതിയതായി പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കും. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് അടിയന്തരമായി ഒരു വാഹനം അനുവദിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളെയൊക്കെ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. നമ്മൾ ഒരു ദിനചര്യയായിട്ട് യോഗ നമ്മൾ എടുക്കണം. ഇവിടെ നല്ല രീതിയിൽ യോഗ ക്ലാസുകൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് സന്തോഷം. ഇത് നമ്മുടെ എല്ലാ വാർഡുകളിലേക്കും ഇത് വ്യാപിപ്പിക്കണം. നമ്മൾ അംഗൻവാടി ഉള്ള സ്ഥലങ്ങളിൽ അംഗൻവാടിയുടെ റോഡുകളിൽ നമ്മൾ ഷീറ്റിട്ട് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് യോഗ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്ത് നഗരസഭ ഒരുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്നും രാവിലെ യോഗ ചെയ്ത് നല്ല എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം നമുക്ക് നാളുകളിൽ ചെയ്യാം. ഞങ്ങളിവിടെ നമുക്ക് മെമ്പർമാർക്ക് യോഗ നമുക്കൊന്ന് സ്വപ്നം തരണം. അതുകൊണ്ടാണ് തന്നെ നമ്മുടെ ജീവനക്കാർക്കും ഒന്ന് ഇതിനുള്ള സൗകര്യം ചെയ്തു തരണം. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുന്നെങ്കിൽ അത് വരണം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ നമുക്ക് രാവിലെ തൊട്ട് നമുക്ക് പൊതുജനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് രാവിലെ തന്നെ നമുക്കൊരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനത്തിനും പഞ്ചായത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുജിത് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമ്പിളി വേണു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR സിദ്ധാർത്ഥൻ, ക്രിസ്റ്റീന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുംതാസ്, ആയുർവേദ ഡോക്ടർ മുഹസ് കരീം, പഞ്ചായത്ത് അംഗങ്ങളായ PH ഉമ്മർ, പ്രിയലത പ്രസാദ്, ജയശ്രീ ഷാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പരിശീലനവും യോഗ ഡാൻസും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഡോക്ടർ അപർണ നയിച്ച ക്ലാസും നടന്നു. ഷുഗറിന്റെ ലെവൽ മാത്രം കുറഞ്ഞതുകൊണ്ട് ഒരാൾ ആരോഗ്യമാവുന്നില്ല. നമുക്ക് മാറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യലി അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഹെൽത്ത് ഉണ്ടാവുക. അതുവരെ എത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഡിസ്പെൻസറി എന്ന് പറഞ്ഞപ്പോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാണ്. അതായത് ഒരാൾക്ക് രോഗാവസ്ഥ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഹെൽത്ത് ഇല്ല, ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരാം. അവിടെ വന്നിട്ട് അതിനുള്ള കൗൺസിലിംഗ് ഉണ്ട്, മരുന്നുകളുണ്ട്, നമുക്ക് ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതിനുള്ള എല്ലാ ഉപദേശങ്ങളും നമുക്ക് അവിടെ തരുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പാർട്ടായിട്ട് അപ്പൊ മനസ്സിന്റെ പ്രാധാന്യം പറഞ്ഞല്ലോ, മനസ്സിന് ഹെൽത്തി ആയാൽ മാത്രമേ ശരീരം ഹെൽത്തി ആവുള്ളൂ. യോഗ ട്രെയിനർ ശ്രീജ യോഗ പരിശീലനം നയിച്ചു. ലഹരിക്കെതിരെ 1000 ഗോൾ നേടാനുള്ള ഷൂട്ടൌട്ട് മത്സരവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്. ലഹരി വിരുദ്ധ ദിനമായ ഈ മാസം 26-നാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുക്കുന്ന പരിപാടി നടക്കുക. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 14 സ്കൂളുകളിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഷൂട്ടൌട്ട് മത്സരത്തിലും ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുക്കുക. വിദ്യാർത്ഥികൾക്കൊപ്പം എക്സൈസ്, പോലീസ്, നാട്ടുകാർ എന്നിവർ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന പരിപാടിയിൽ പങ്കാളികളാകുമെന്ന് പ്രസിഡന്റ് സിജോ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ഭോജനശാലയിൽ വെച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ബഹുമാന്യായ ഓഫീസറുടെ നേതൃത്വത്തിൽ ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ്. അതിനുശേഷം 3 മണിക്ക് നമ്മുടെ മഹാത്മാ മൈതാനത്ത് വെച്ച് നമ്മൾ ലഹരി തൂഫാനായിട്ട് ബന്ധപ്പെട്ട് 1 മില്യൺ ഗോളിലേക്ക് നമ്മളൊരു 1000 ഗോളുകൾ നമ്മൾ സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചേർപ്പ് പഞ്ചായത്തിലെ 20 സ്കൂളുകളിലായിട്ട് ബന്ധപ്പെട്ട് LP, UP, ഹൈസ്കൂള്, +2 സെക്ഷനിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മത്സരം, ഷൂട്ടൗട്ട് മത്സരം നടത്തുകയാണ്. അപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി നിങ്ങൾ ചെയ്യണം. നമുക്ക് ചേർപ്പിനെ ലഹരി വിമുക്ത ചേർപ്പായിട്ട് അതുമാതിരി തന്നെ നമുക്കത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു ശ്രമമാണ് ഇത്. അപ്പോൾ ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ജൂലൈ 6-ാം തീയതി നമ്മുടെ ഈ പഞ്ചായത്തിൽപ്പെട്ട SLCക്ക് +2-നൊക്കെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളിലും കായിക രംഗങ്ങളിലൊക്കെ ഉന്നതമായിട്ട് സ്ഥാനം കരസ്ഥമാക്കി ജില്ലാതലം മുതൽ ഉള്ള പ്രതിഭകളെ ഒക്കെ ആദരിക്കുകയാണ്. ബഹുമാന്യായ നമ്മുടെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി, സ്പോർട്സ് മന്ത്രിയായ OJ ജനീഷാണ് വരുന്നത്. 6-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്.
ലഹരിവിരുദ്ധ ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഭോജനശാലയിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടക്കുക. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ബോധവൽക്കരണ ക്ലാസ് എടുക്കും. 3 മണിക്ക് ചേർപ്പ് മഹാത്മാ മൈതാനത്താണ് 1000 ഗോൾ കണ്ടെത്താനുള്ള ഷൂട്ടൌട്ട് മത്സരം നടക്കുക. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് നൈഫുദ്ദീൻ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും പങ്കെടുക്കുന്ന ഷൂട്ടൌട്ട് മത്സരവും നടക്കും. പഞ്ചായത്ത് പരിധിയിൽ ലഹരി ഉപയോഗം സ്ഥിരമായി നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് എക്സൈസിനും പോലീസിനും വിവരം കൈമാറിയതായി പ്രസിഡന്റ് സിജോ ജോർജ് അറിയിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം സുജിത് കുമാർ, KR സിദ്ധാർത്ഥൻ, മെമ്പർമാരായ ബൈജു സെന്റ് ജോൺ, CV ലോഹിതാക്ഷൻ, പ്രേലത പ്രസാദ്, സൂര്യ ഉദയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിളിശ്ശേരി ചിറക്കൽ ഭദ്രകാളി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാ ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. പ്രതിഷ്ഠാദിനമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. കലശാഭിഷേകത്തിനും പൂജകൾക്കും ശേഷം രാവിലെ 11 മണിക്ക് പ്രസാദഊട്ട് വിതരണം നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, പറനിറയ്ക്കൽ എന്നിവ നടന്നു. തുടർന്ന് പെരുവനം ശിവൻമാരാർ നയിച്ച പഞ്ചാരിമേളവും ഗുരുതി പൂജയും നടന്നു. ക്ഷേത്രാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് CK നാരായണൻകുട്ടി, സെക്രട്ടറി CG അജിത് പ്രസാദ്, ട്രഷറർ CN സജീവൻ എന്നിവർ പ്രതിഷ്ഠാ ദിനാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് അധികൃതർ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി പ്രത്യേക നിർദ്ദേശങ്ങളും അധികൃതർ നൽകി. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്കൂൾ, അംഗൻവാടി എന്നിവിടങ്ങളിൽ ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി പരിശോധന നടത്തി. അടുക്കള, കിണർ പരിസരം, സ്റ്റോർ റൂം എന്നിവയുടെ ശുചിത്വ പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകിയായിരുന്നു പരിശോധന. ചേർപ്പ്, അവണിശ്ശേരി, പാറളം, വല്ലച്ചിറ പഞ്ചായത്തുകളിലായുള്ള 19 ഹോട്ടലുകൾ, 6 ജ്യൂസ് കടകൾ, 1 കാറ്ററിംഗ് യൂണിറ്റ്, 6 ബേക്കറി സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു. ഹെൽത്ത് സൂപ്പർവൈസർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. 3 സ്ഥാപനങ്ങൾക്ക് കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശത്തോടെ ലീഗൽ നോട്ടീസ് പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് നൽകി. ഷിഗല്ല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ചേർപ്പ്, അവണിശ്ശേരി, വല്ലച്ചിറ, പാറളം പഞ്ചായത്തുകളിലായി 3847 കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തി. ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും ജനപ്രതിനിധികളുടെ സഹകരണത്തോടെയാണ് ക്ലോറിനേഷൻ നടത്തിയത്. ഇക്കഴിഞ്ഞ 19, 20, 21 തീയതികളിലായി വൃത്തി ക്യാമ്പയിനും ആരോഗ്യവകുപ്പ് നടത്തി. സ്കൂൾ, ഓഫീസുകൾ, വീടുകൾ എന്നീ രീതിയിൽ വിവിധ ദിവസങ്ങളിലായി പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക നിർദ്ദേശങ്ങളും അധികൃതർ നൽകി. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക, ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളം ചേർത്ത് കുടിക്കാതിരിക്കുക, കിണറും പരിസരവും വൃത്തിയാക്കുക, കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തുക, വീടിന്റെ പരിസരത്ത് കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക, പനി, വയറിളക്കം രോഗങ്ങൾക്ക് സ്വയം ചികിത്സ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകിയത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നേത്ര ആരോഗ്യവും സംരക്ഷണവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും ക്യാമ്പിൽ നടന്നു. സ്കൂളിലെ സൗഹൃദ ക്ലബ്ബ്, NSS യൂണിറ്റ്, ചേർപ്പ് ആര്യ ഐ കെയർ ആശുപത്രി എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കിയത്. PTA പ്രസിഡന്റ് MS അലക്സി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് അധ്യക്ഷയായി. ആര്യ ഐ കെയർ PRO സുജേഷ് വിദ്യാർത്ഥികളുടെ നേത്രാരോഗ്യവും സംരക്ഷണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ജയശ്രീ, NSS പ്രോഗ്രാം ഓഫീസർ അനിത, NSS വോളണ്ടിയർമാരായ മാസ്റ്റർ പ്രണവ്, കുമാരി നിയ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ നേത്രപരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തു. ഫിഫ ലോകകപ്പ് ആവേശങ്ങൾക്കിടെ അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനായി ഫുട്ബോളും ക്രിക്കറ്റ് ബാറ്റും ബോളും സമ്മാനിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്. കുട്ടികളിലെ കായികപരമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫുട്ബോളും ക്രിക്കറ്റ് ബാറ്റും ബോളും പ്രസിഡന്റ് സമ്മാനിച്ചത്. ഫിഫ ലോകകപ്പ് ആവേശം മുൻനിർത്തിയാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഇവ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്തത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, 11ാം വാർഡ് മെമ്പർ റൂബി ജോൺസൺ, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പ്രിയൻ പെരിഞ്ചേരി, പ്രധാനാധ്യാപിക ലേഖ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ലിൻസി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് പിന്നാലെ സ്കൂൾ മൈതാനത്ത് കുട്ടികൾക്കൊപ്പം ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും മടങ്ങിയത്.
ഫിഫ ലോകകപ്പ് ആവേശം കത്തി നിൽക്കെ വീട്ടിലെ വളർത്തുവാത്തകൾക്ക് ഇഷ്ട ടീമിന്റെ നിറം നൽകി അർജന്റീന ആരാധകർ. അരിമ്പൂർ സ്വദേശി തരകൻ ജോയാണ് പൊന്നോമനകളായ വാത്തകൾക്ക് അർജന്റീന ടീമിന്റെ നിറം നൽകി കടുത്ത ആരാധകനായത്. തങ്ങളുടെ ഇഷ്ട ടീമുകളോടും കളിക്കാരോടുമുള്ള ആരാധന പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഓരോ ലോകകപ്പും സമ്മാനിക്കുന്നത്. ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച കട്ടൌട്ടുകളും ഫ്ലക്സുകളും വാഹനങ്ങളുമെല്ലാം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് വർഷങ്ങളായി അർജന്റീനയുടെയും മെസ്സിയുടെയും കടുത്ത ആരാധകനായ അരിമ്പൂർ സ്വദേശി തരകൻ ജോയിയുടെ സമീപനം. വീട്ടിലെ വാത്തകൾക്ക് അർജന്റീനൻ പതാകയുടെ നീലയും വെള്ളയും നിറം നൽകിയാണ് തന്റെ ടീമിനോടുള്ള ആരാധന ജോയ് വെളിപ്പെടുത്തുന്നത്. വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന താൽക്കാലിക പെയിന്റാണ് വാത്തകളുടെ ശരീരത്തിൽ പൂശാനായി ഉപയോഗിച്ചത്. അതിനാൽ തന്നെ താറാവുകളുടെ ആരോഗ്യത്തിന് യാതൊരുവിധ ദോഷവും വരില്ലെന്നാണ് ജോയ് പറയുന്നത്. ജോയിയുടെ ഫുട്ബോൾ പ്രേമത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ പ്രിൻസിയും ഒപ്പമുണ്ട്. ജോയിയും പ്രിൻസിയും ഒരുമിച്ചിരുന്നാണ് വേൾഡ് കപ്പ് കാണുന്നതും. ഭർത്താവിന്റെ പുത്തൻ ആശയത്തെ സന്തോഷത്തോടെയാണ് പ്രിൻസി ഏറ്റെടുത്തത്. നിലവിൽ അർജന്റീൻ വാത്തകൾ അരിമ്പൂർ നിവാസികളെ ആകർഷിച്ചു കഴിഞ്ഞു. നാട്ടുകാരും വഴിയാത്രക്കാരും വാത്തകൾക്കൊപ്പം ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള തിരക്കിലാണ്. കാൽപന്ത് കളിയോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് വാർത്തകൾക്കിടെ അരിമ്പൂരിലുള്ള ഈ അപൂർവ കാഴ്ച സമ്മാനിക്കുന്നത്. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തുന്ന 3 അംഗ ക്രിമിനൽ സംഘം കയ്പമംഗലം പോലീസിന്റെ പിടിയിൽ. പരിശോധനയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തു. കവർച്ച, വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിയേക്കൽ വീട്ടിൽ ഹസീബ്, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേ കുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ കൂരിക്കുഴിയിലുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് സംഘം വലയിലാക്കിയത്. ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതായും ലഹരി ഉപയോഗിക്കാൻ സൌകര്യം ചെയ്യുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നദീമുദ്ദീന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തു. പരിശോധന നടത്തുന്ന സമയത്ത് 16 വയസ്സുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടിക്ക് പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കാൻ സൌകര്യം ചെയ്തു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്ന് പ്രതികൾക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും പോലീസ് ചുമത്തി. പ്രതി ഹസീബ് മതിലകം, വലപ്പാട്, കയ്പമംഗലം, കാട്ടൂർ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1 കവർച്ച, 3 വധശ്രമം, ഇന്റർമീഡിയറ്റ് അളവിലുള്ള MDMA വിൽപ്പനയ്ക്കായി സൂക്ഷിക്കൽ, 2 തവണ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, 5 അടിപിടി, കാപ്പ നിയമപ്രകാരമുള്ള നാടുകടത്തൽ ഉത്തരവ് ലംഘിക്കൽ ഉൾപ്പെടെ 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആകാശ് ബാബു ചാലക്കുടി, കാട്ടൂർ, അന്തിക്കാട്, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1 കവർച്ച, 2 വധശ്രമം, ആയുധ നിയമപ്രകാരമുള്ള 1 കേസ്, മോഷണം, 16 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, അടിപിടി ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. അരുൺ വലപ്പാട്, അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1 വധശ്രമം, 1 അടിപിടി കേസുകളിലും പ്രതിയാണ്. കയ്പമംഗലം SHO ബിജിത്ത്, SI അജാസുദ്ദീൻ, SI മണികണ്ഠൻ, ഗ്രേഡ് ASI ജോബി പോൾ, ഗ്രേഡ് ASI രാജേഷ്, ഗ്രേഡ് ASI നിഷി, ഗ്രേഡ് സീനിയർ CPO സുനിൽകുമാർ, CPOമാരായ പ്രജിത്ത്, ദിനേശ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി BLS ഏങ്ങണ്ടിയൂരിന്റെ പത്രവായന ക്വിസ് മത്സരം. മത്സരത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വായനാ വാരത്തിൽ തുടങ്ങി ജൂലൈ 31 വരെയുള്ള 43 ദിവസത്തെ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പത്രവായന ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ പ്രീതി നിർവഹിച്ചു. BLS പ്രസിഡന്റ് OK പ്രൈസൻ അധ്യക്ഷനായി. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ലീന ഗണേഷ്, നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പ്രസന്നൻ കളത്തിൽ, BLS മുഖ്യ രക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, PTA പ്രസിഡന്റ് രാജേഷ് ചക്കാമടത്തിൽ, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, സ്കൂൾ പ്രിൻസിപ്പൽ M പ്രവീൺ, പ്രധാനാധ്യാപിക ലീന സജീവ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കൂടാതെ പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകും. കൂടാതെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ ആദ്യ 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 4000, 2000, 1000 രൂപ സമ്മാനമായി ലഭിക്കും. ഓവറോൾ പോയിന്റ് ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിനും എവറോളിംഗ് ട്രോഫിയും സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. സ്കൂട്ടർ യാത്രയ്ക്കിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി അങ്കണവാടി ടീച്ചർക്ക് ദാരുണാന്ത്യം. തൃശൂർ വടക്കാഞ്ചേരി പുതുരുത്തിയിലാണ് സംഭവം. പുതുരുത്തി സ്വദേശിനി 52കാരി മിനിയാണ് മരിച്ചത്.
ഇന്ന് രാവിലെ 9:30 അംഗൻവാടിയിലേക്ക് പോകാനായി ബന്ധുവിനൊപ്പം ഇലക്ട്രിക് സ്കൂട്ടറിന് പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതിനിടെ ഷോൾ സ്കൂട്ടറിൽ കുരുങ്ങിയതോടെ കഴുത്തുമുറുകി റോഡിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുരുത്തി ചാത്തൻപടി അംഗൻവാടിയിലെ അധ്യാപികയാണ് മിനി. നാട്ടുകാർക്കേറെ സുപരിചിതയായ അംഗൻവാടി ടീച്ചറുടെ വിയോഗം നാടിന് തീരാവേദനയാവുകയാണ്. വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട വ്യാപാര സ്ഥാപനത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെ 5:30 അപകടം. നിയന്ത്രണം വിട്ട പത്താംകല്ല് സ്വദേശിയായ പോലീസുകാരന്റെ കാറ് പാതയോരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ ബോർഡ് സ്ഥാപിച്ച സംരക്ഷണ ഭിത്തി ഇടിച്ചു തകർത്തു. ഭീമൻ കോൺക്രീറ്റ് പാളിയിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു വാഹനം. കാറിന്റെ മുൻവശവും പുറകുവശവും ഉൾപ്പെടെ തകർന്ന നിലയിലാണ്. ഫുട്ബോൾ ആവേശത്തോടൊപ്പം പുകയിലയിൽ നിന്ന് അകലം പാലിക്കുക എന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് അധികൃതർ. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരത്തിന് ആവേശം പകരുന്നതിനായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡുകളിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പുള്ളത്. ചേർപ്പ്, അവണിശ്ശേരി, വല്ലച്ചിറ, പാർളം പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ ടീമുകളുടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ചില ബോർഡുകളിൽ ദേശീയ പുകയില നിയന്ത്രണ നിയമം 2003 പ്രകാരം വകുപ്പ് 5ന്റെ ലംഘനമായി പുകയിലയുടെ പ്രോത്സാഹനം നടന്നതായാണ് കണ്ടെത്തൽ. ടീം അംഗങ്ങൾ ചുരുട്ട്, സിഗരറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്ന രീതിയിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്തരം ബോർഡുകൾ ഉടൻ തന്നെ അവയെല്ലാം കാണാത്ത രീതിയിൽ മറയ്ക്കേണ്ടതാണ്. ഇത്തരം ബോർഡ് സ്ഥാപിച്ച വ്യക്തികൾ, ക്ലബ്ബുകൾ, ബോർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമ, പ്രിന്റിംഗ് സ്ഥാപനം എന്നിവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് മുൻഗണനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ 1000 ഗോൾ നേടാനുള്ള ഷൂട്ടൌട്ട് മത്സരവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.